ആരും നടക്കാത്ത വഴിയിലൂടെ ഒരാൾ നടന്നുപോയി. കാട്ടിലെ ആ വഴിയിൽ ഒരു അടയാളം വീണു. ചെടികൾ വകഞ്ഞു മാറി വളരെ ബുദ്ധിമുട്ടിയാണ് അയാൾ നടന്നുപോയത്. മുള്ളുകളും മരങ്ങളും വള്ളികളും വെട്ടിമാറ്റിയിട്ടാണ് നടന്നു പോകുന്നത്. ദേഹം ആസകലം മുറിഞ്ഞിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം ഗൗനിക്കുന്നില്ല. രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആദ്യത്തെ ദിവസത്തേക്കാൾ എളുപ്പമായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ യാത്ര വളരെ ഈസി ആയിട്ട് മാറി. അതിനുശേഷം അതിലൂടെ നിരവധി പേർ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു വഴിയായി മാറി. കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ആ വഴിക്ക് വീതി പോരെന്ന് തോന്നി. അങ്ങനെ കുറച്ചുകൂടി മരങ്ങൾ മുറിച്ചു മാറ്റി അവർ ആ വഴിക്ക് വീതി കൂട്ടി. പിന്നീട് അതിലൂടെ അവർ വാഹനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. വാഹനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ വഴി അവർ ടാർ ചെയ്തു. പിന്നീട് അത് 2 വരി പാതയായി മാറി. പിന്നീട് അത് 4 വരി പാതയായി മാറി. അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചെറിയ ചെറിയ കടകൾ ഉയർന്നു വന്നു, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട്. പിന്നീട് അത് ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ട് മാറി. വാഹനങ്ങളുടെ എണ്ണം കൂടിയ സമയത്ത് ഫ്ലൈ ഓവറുകൾ വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അതൊരു നഗരമായി മാറി. ഏകദേശം ആയിരക്കണക്കിന് വർഷം എടുത്തിട്ടുണ്ടാവും ഈ ഒരു മാറ്റത്തിന്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ നഗരത്തിന് ഒരു തിരിച്ചുപോക്കുണ്ടാവും. ഒരിക്കലും ഈ നഗരത്തിന് കാടായി മാറാൻ സാധിക്കില്ല. ഇതിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ഒരിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. പക്ഷേ വഴിയായി മാറിയതിന് ശേഷം പിന്നീട് ഡെവലപ്മെൻറ്റ്സുകളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അത് കാടായി മാറാനുള്ള സാധ്യത കൂടുതലുമായിരുന്നു. അപ്പോൾ ഇത് നമ്മളിൽ സംഭവിക്കും. ഏതെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഏതൊരു വ്യക്തിക്കും ട്രാൻസ്ഫോംഡ് ആകാൻ സാധിക്കും. പക്ഷേ ട്രാൻസ്ഫോംഡ് ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തി വിചാരിച്ചാൽ പോലും ആ വ്യക്തിക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയേണ്ടത്. ആദ്യത്തെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ അടിപതറിയാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം തുടക്കം എപ്പോഴും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. പിന്നീട് മുന്നോട്ട് പോകും തോറും അത് സ്മൂത്തായിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.